ഇപ്പോ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ള ഒരു അതിഥിയെ നമുക്ക് പരിചയപ്പെട്ടാലോ? അതിഥി ഏത് ജില്ലയാണ്? എറണാകുളം ജില്ലയിൽ നിന്നാണ്. ഈ അതിഥിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നല്ല രണ്ടല്ല 3 ഐറ്റം, അതും ചെറുതല്ല, ഹെവി ആയിട്ടുള്ള 3 ഐറ്റംസ് ആണ് പങ്കെടുത്തത്. എ ഗ്രേഡ് നേടിയത്. മോളുടെ പേരെന്താ? സാരംഗി എസ് ശേഖർ. സാരംഗി ഐറ്റം കൂടെ ഒന്ന് പറഞ്ഞേ. കഥകളി, ഓട്ടംതുള്ളൽ, നങ്ങിയാർകൂത്ത്. കണ്ടോ, 3ഉം വലുതൊന്നല്ല, ചെറിയ ഐറ്റംസ് ആണ്. ഇതൊന്ന് പെർഫോം ചെയ്ത് സ്റ്റേജിൽ ഫലിപ്പിക്കാൻ തന്നെ കുട്ടികൾ കഷ്ടപ്പെടുകയാണ്. ഇതിലേതെങ്കിലും ഒന്ന്, അപ്പോഴാണ് 3ഉം ഹെവി. അതും ആള് +1 പഠിക്കുന്നത്. ഒരുപാട് പഠിക്കാനുണ്ടാവും. പക്ഷെ അതിന്റെ ഇടയിൽ ഇതിനൊക്കെ എങ്ങനെ ഒരു 2-3 മാസം പ്രാക്ടീസ്, കണ്ടിന്യൂസ് പ്രാക്ടീസ് വേണ്ടേ? കൊറേയായി. ഒരു വർഷത്തെ. എത്ര വർഷമായി ഡാൻസ് പഠിക്കുന്നു? ഞാൻ 3 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്നു. 3 വയസ്സ് മുതൽ. പക്ഷെ കലോത്സവ വേദിയിൽ ആദ്യമായിട്ടാണ്. കാരണം ആള് കെവിയിലാണ് പഠിച്ചത്. ഇപ്പൊ +1 +2 ആണ് സ്റ്റേറ്റ് കലോത്സവത്തിലേക്ക്. അപ്പൊ കലോത്സവത്തിൽ, കേരള കലോത്സവത്തിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് സ്റ്റേറ്റിലേക്ക് മാറിയതാണോ? അങ്ങനെയാണോ? അതെ അതെ അതെ. അപ്പൊ എന്നാ 8ാം ക്ലാസ്സിലേ മാറായിരുന്നില്ലേ? മാറായിരുന്നു. അന്നാണ് കലോത്സവത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതൊക്കെ ഉണ്ടാവുക അല്ലെ? അപ്പൊ എന്തായാലും അത് കഴിഞ്ഞിട്ടാണ് ഒരു ആഗ്രഹം മനസ്സിൽ വന്നത്. അപ്പൊ നമുക്കിപ്പോ ഈ 3 ഐറ്റം എന്തായാലും പെർഫോം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഒരു ഐറ്റം ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിട്ടാ ചെയ്യണേ? ഞാൻ നങ്ങിയാർകൂത്തില് ശ്രീകൃഷ്ണ ചരിതത്തിലെ നരസിംഹാവതാരായിരുന്നു ചെയ്തിരുന്നത്. അതിന്റെ ഒരു സംക്ഷേപം ചെയ്യാം. ഓക്കെ. രസാണല്ലേ ആ കണ്ണിന്റെ മൂവ്മെന്റ്സ്, പുരികം ഒക്കെ, അത് അല്ലേ എന്ത് രസാ. മേക്കപ്പ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ലുക്കിൽ വരുമ്പോഴായിരിക്കും അതിന്റെ ഒരു കംപ്ലീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഈ കുട്ടിയുടെ എക്സ്പ്രഷനിൽ തന്നെ, ഇയാളുടെ എക്സ്പ്രഷനിൽ തന്നെ നമുക്കതൊരു ക്ലിയർ ആവുന്നുണ്ട് അല്ലെ? ആ മേക്കപ്പ് ഇല്ല, അല്ലെങ്കിൽ മ്യൂസിക് ഇല്ല, കോസ്റ്റ്യൂം ഇല്ല. പക്ഷെ അതിന്റെ അതാ ഒരു കലാകാരിയുടെ ഒരു കഴിവ് തന്നെയാണ്. നമ്മള് 3ാമത്തെ വയസ്സ് മുതൽ പഠിക്കുന്നതാണ്. അപ്പോ അത് ചില്ലറയല്ല. അപ്പൊ കലോത്സവത്തിൽ നമ്മളിങ്ങനെ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പങ്കെടുത്തതാണ് ഇപ്രാവശ്യം ആദ്യമായിട്ട്. അപ്പൊ എങ്ങനെയുണ്ട് കലോത്സവ അനുഭവങ്ങള്? വളരെ നല്ലൊരു അനുഭവം. എന്താ പറയാ, ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പങ്കെടുക്കണം എന്നുള്ളത്. ദൈവാനുഗ്രഹം, പങ്കെടുത്ത 3 ഐറ്റത്തിന് എ ഗ്രേഡ് ഉണ്ട്. സന്തോഷം. ഇത്രയും വലിയ ഐറ്റംസ് ആണ് പെർഫോം ചെയ്യുന്നത്. അതിനിപ്പോ ചെലവായാലും അതിന് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ആയാലും ഒക്കെ ആൾക്കുണ്ട്. അപ്പൊ ആദ്യം തന്നെ അവരെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചാലോ, നമ്മുടെ ഗുരുക്കന്മാരെ. കഥകളി ഞാൻ പഠിക്കുന്നത് കലാമണ്ഡലം അരവിന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള മാഷിന്റെ അടുത്താണ്. കൂത്ത് കലാമണ്ഡലം രശ്മി ടീച്ചർ, കലാമണ്ഡലത്തിലെ ഗസ്റ്റ് ലെക്ചറർ ആണ് ഇപ്പോൾ. തുള്ളല് കലാമണ്ഡലം കവിതാ ഗീതാനന്ദൻ, അതേപോലെ കലാമണ്ഡലം പ്രസൂൺ, അവരുടെ അടുത്താണ് ഇപ്പോൾ പഠിക്കുന്നത്. എങ്ങനെയാണ് സ്കൂളിൽ നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെ? സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് അത് വേറൊരു തരാണ്. കാരണം അവരുടെ സപ്പോർട്ടും കൂടിയിട്ടാണ് ഇത്തവണ സ്റ്റേറ്റ് വരാൻ പറ്റിയത്. ടീച്ചേഴ്സ് ആയാലും പ്രിൻസിപ്പൾ ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഏത് സ്കൂള്? സാരംഗിയുടെ HIHSS എടവനക്കാട്. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു കലോത്സവത്തിൽ നമുക്ക് കിട്ടി. അതായത് ഇങ്ങനെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് കൊണ്ട് ഒരുപാട് ടാലൻസ് ആണ് മുന്നോട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അതിപ്പോ സ്കൂളിന്റെ ആയാലും ഗുരുക്കന്മാരുടെ ആയാലും അവരുടെയൊക്കെ ഒരു പിന്തുണ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ സാരംഗിക്ക്. സാരംഗിക്ക് നമുക്കൊരു സമ്മാനം കൊടുക്കണ്ടേ? നമുക്ക് ആദ്യം തന്നെ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റലിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം നൽകാം സാരംഗിക്ക്. ഇനിയും ഒരുപാട് വേദികളിൽ നല്ല നല്ല പെർഫോമൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം. അതുപോലെ GTech തൃശ്ശൂർ നൽകുന്ന ഒരു സ്നേഹോപഹാരം കൂടെ
ഇങ്ങനെ 3 ഹെവി ഐറ്റംസ് ആയി വന്ന് സബ് ജില്ല കഴിഞ്ഞ് ജില്ല കഴിഞ്ഞ് സ്റ്റേറ്റ് ലെവലില് 3നും എ ഗ്രേഡ് നേടാന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമൊന്നും അല്ല. സാരംഗി അടുത്ത കലോത്സവത്തിലും വരാൻ പറ്റട്ടെ. അതെ, ഇനി ഒരു വർഷം കൂടെ ഉണ്ട് നമുക്ക് ഇതുപോലത്തെ കലോത്സവം. അത് കഴിഞ്ഞാൽ പിന്നെയും വേറെ ഒരുപാട് വേദികളുണ്ട്. അപ്പൊ കലോത്സവത്തിൽ ഒതുങ്ങരുത് ഒരു കലയും. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. TCVയുടെ എല്ലാവിധ ആശംസകളും. ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്.